BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ബഹ്റൈൻ ഇന്റർനാഷണൽ എയർ ഷോ 2024 ഭാഗമായി ലിയോനാർഡോ SPAയുമായി ഗതാഗത ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രി ഡോക്ടർ ഷെയ്ഖ് അബ്ദുള്ള ബിൻ അഹമ്മദ് അൽ ഖലീഫ കരാറിൽ ഒപ്പുവെച്ചു. ബഹ്റൈൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിരീക്ഷണവും റഡാർ സംവിധാനങ്ങളും നവീകരിക്കാനാണ് കരാർ ലക്ഷ്യമിടുന്നത്. അന്താരാഷ്ട്ര നിലവാരത്തിനനുസൃതമായി വ്യോമയാന മേഖലയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനുള്ള ബഹ്റൈന്റെ പദ്ധതിയിലെ ചുവടുവയ്പ്പാണിത്. എയർ നാവിഗേഷൻ സേവനങ്ങളിൽ സുരക്ഷയുടെയും ഗുണനിലവാരത്തിന്റെയും ഉയർന്ന നിലവാരം കൈവരിക്കുന്നതിനുള്ള മന്ത്രാലയത്തിന്റെ പ്രതിജ്ഞാബദ്ധത അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വിമാനത്താവളത്തിലെ പ്രാഥമിക, ദ്വിതീയ റഡാർ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള നൂതന സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നതിലൂടെ വ്യോമ സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനും എയർ ട്രാഫിക് മാനേജ്മെന്റ് ഒപ്റ്റിമൈസ് ചെയ്യുന്നതിനുമുള്ള ബഹ്റൈന്റെ പ്രതിബദ്ധതയാണ് ഈ കരാർ പ്രതിഫലിപ്പിക്കുന്നതെന്നും മന്ത്രി അറിയിച്ചു. ബഹ്റൈൻ ഇന്റർനാഷണൽ എയർ ഷോയിൽ ഇന്ത്യൻ എയ്റോബാറ്റിക് ടീം സാരംഗിന്റെ 4 ഹെലികോപ്റ്ററുകൾ അഭ്യാസ പ്രകടനം ശ്രദ്ധേയമായി. എയർ ഷോയ്ക്കിടെ എല്ലാ ദിവസവും ഉച്ചകഴിഞ്ഞ് 3:30 സാരംഗ് ടീമിന്റെ അഭ്യാസ പ്രകടനം. സാരംഗിന്റെ പങ്കാളിത്തം ബഹ്റൈനുമായുള്ള ബന്ധവും സഹകരണവും ശക്തമാക്കുന്നതിനുള്ള ഇന്ത്യയുടെ സമർപ്പണത്തെ പ്രതിഫലിപ്പിക്കുന്നു. 2002 രൂപവത്കരിക്കപ്പെട്ട സാരംഗ് ടീം ഇന്ത്യൻ വ്യോമസേനയുടെ അഭ്യാസ മികവിന്റെ ഉദാഹരണങ്ങളാണ്. കലാലയം സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന 14ാം എഡിഷൻ ബഹ്റൈൻ നാഷണൽ പ്രവാസി സാഹിത്യോത്സവിന്റെ അവസാനഘട്ട കലാസാഹിത്യ മത്സരങ്ങളും സാംസ്കാരിക സമ്മേളനവും നാളെ ഗലാലി യൂസുഫ് അഹമ്മദ് അബ്ദുൾ മാലിക് ഓഡിറ്റോറിയത്തിൽ നടക്കും. ഇന്ന് ഗലാലി യൂസുഫ് അഹമ്മദ് അബ്ദുൾ മാലിക് ഓഡിറ്റോറിയത്തിൽ നടക്കും. വെള്ളിയാഴ്ച രാവിലെ 8 മണി മുതൽ ആരംഭിക്കുന്ന മത്സര പരിപാടികൾ വൈകിട്ടോടെ അവസാനിക്കും. ശേഷം നടക്കുന്ന വിപുലമായ സാംസ്കാരിക സമ്മേളനത്തിൽ ബഹ്റൈനിലെ പ്രമുഖ അറബി വ്യക്തിത്വങ്ങളും മലയാളി പ്രവാസി സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകളുടെ പ്രതിനിധികളും പങ്കെടുക്കും. SSF കേരള സംസ്ഥാന ഫിനാൻസ് സെക്രട്ടറി സയ്യിദ് മുനീർ അഫ്തൽ തങ്ങൾ, മദനിയം അബ്ദുൾ ലത്തീഫ് സഖാഫി കാന്തപുരം എന്നിവർ വിശിഷ്ട അതിഥികളായി പങ്കെടുക്കും. റിഫ, മനാമ, മുഹറഖ് എന്നീ സോണുകളിൽ നിന്നുള്ള 300-ൽ പരം പ്രതിഭകൾ നാഷണൽ പ്രവാസി സാഹിത്യോത്സവ മത്സരത്തിന്റെ ഭാഗമാകും. യൂണിറ്റ്, സെക്ടർ, സോൺ മത്സരങ്ങളിൽ നിന്നും 1ാം സ്ഥാനം നേടിയവരാണ് നാഷണൽ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. മാപ്പിളപ്പാട്ട്, ഗവാലി, നഷീദ, ദഫ്, പ്രസംഗം, കവിതാ പാരായണം തുടങ്ങി 70ഓളം മത്സരങ്ങൾ 8 വിഭാഗങ്ങളിലായിട്ടാണ് നടക്കുന്നത്. വൈകുന്നേരം 7 മണിക്ക് നടക്കുന്ന മദനിയ മജ്‌ലിസിന് പ്രമുഖ പണ്ഡിതൻ അബ്ദുൾ ലത്തീഫ് സഖാഫി കാന്തപുരം നേതൃത്വം നൽകും. സ്ത്രീകൾക്ക് പ്രത്യേകം സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. UAE ദേശീയ ദിനാഘോഷത്തിന് പുതിയ പേര്. ഇനി മുതൽ ഈദ് അൽ ഇത്തിഹാദ് എന്ന പേരിലാകും ദേശീയ ദിനാഘോഷങ്ങൾ അറിയപ്പെടുക. ഡിസംബർ 2-നാണ് UAE ദേശീയ ദിനം. ഇതോടൊപ്പം ദേശീയ ദിനത്തിന്റെ ഭാഗമായുള്ള അവധികളും പ്രഖ്യാപിച്ചു. മകരവിളക്ക് ഉത്സവത്തിനായി ഇന്ന് നട തുറക്കും. മണ്ഡല മകരവിളക്ക് ഉത്സവത്തിന് മുന്നോടിയായാണ് വെള്ളിയാഴ്ച വൈകിട്ട് 5-ന് നട തുറക്കുന്നത്. തന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ നിലവിലുള്ള മേൽശാന്തിയായിരിക്കും നട തുറക്കുക. വൃശ്ചിക പുലരിയിൽ പുതിയ മേൽശാന്തിമാർ നട തുറന്ന് പൂജകൾക്ക് തുടക്കം കുറിക്കും. ദിവസം 80,000 പേർക്ക് ദർശനം നടത്താം. തന്ത്രിമാരായ കണ്ഠര രാജീവര്, കണ്ഠര ബ്രഹ്മദത്തൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ വെള്ളിയാഴ്ച വൈകിട്ട് നിലവിലുള്ള മേൽശാന്തി PN മഹേഷ് നട തുറക്കും. പുതിയ മേൽശാന്തിമാരായ ശക്തികുളങ്ങര S അരുൺകുമാർ നമ്പൂതിരി ശബരിമലയിലും, ഒളവണ്ണ വാസുദേവൻ നമ്പൂതിരി മാളികപ്പുറത്തും ചുമതലയേൽക്കും. മണ്ഡലപൂജ ഡിസംബർ 26-നാണ്. മകരവിളക്ക് ഡിസംബർ 30-ന് വൈകിട്ട് 5-ന് നട തുറക്കും. 70,000 പേർക്ക് വെർച്വൽ ക്യൂ ബുക്കിംഗ് വഴിയും 10,000 പേർക്ക് എൻട്രി പോയിന്റ് ബുക്കിംഗ് വഴിയും പ്രവേശനം ലഭിക്കും. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി LDF-ലെ അഡ്വക്കേറ്റ് KK രത്നകുമാരിയെ തിരഞ്ഞെടുത്തു. ADM നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നാലെ PP ദിവ്യ സ്ഥാനം ഒഴിഞ്ഞതോടെയാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. UDF-ലെ ജൂബിലി ചാക്കോയെ 7-ന് എതിരെ 16 വോട്ടുകൾക്കാണ് രത്നകുമാരി പരാജയപ്പെടുത്തിയത്. വോട്ടെടുപ്പിൽ നിന്ന് PP ദിവ്യ വിട്ടുനിന്നു. എന്നാൽ രത്നകുമാരിക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ദിവ്യ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടു. സ്കൂൾ വിദ്യാർത്ഥിനിയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ തെളിഞ്ഞത് ഇൻസ്റ്റാഗ്രാം സുഹൃത്ത് പീഡനത്തിനിരയാക്കിയ വിവരം. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനിയെ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട് വീട്ടിലെത്തി പീഡിപ്പിച്ച കേസിൽ മലപ്പുറം കൊണ്ടോട്ടി മുത്തുപറമ്പ് തോട്ടശ്ശേരി വീട്ടിൽ മുഹമ്മദ് ഇർഫാനെ മന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തു. ചെന്നിത്തലയിലെ പെൺകുട്ടിയുടെ വീട്ടിലെത്തിയ പ്രതി ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് കേസ്. കുറച്ച് ദിവസങ്ങളായി വിദ്യാർത്ഥിനിയുടെ പെരുമാറ്റത്തിലുണ്ടായ അസ്വാഭാവികത മനസ്സിലാക്കിയ അധ്യാപകർ കുട്ടിയെ കൗൺസിലിംഗിന് നടത്തിയതോടെയാണ് പീഡനമാണെന്ന വിവരം അറിയുന്നത്. തുടർന്ന് അധ്യാപകർ മന്നാർ പോലീസിൽ പരാതി നൽകി. മാന്നാർ ഇൻസ്പെക്ടർ A അനീഷിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തിയാണ് പ്രതിയെ കണ്ടെത്തിയത്. സംഘത്തിൽ
SI CS അബ്രാം, SSI റിയാസ്, SPO സാജിദ്, CPO ഹരിപ്രസാദ് എന്നിവരടങ്ങിയ സംഘം മലപ്പുറത്ത് നിന്നും പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ശബരിമല തീർത്ഥാടകർക്കായി അയക്കുന്ന KSRTC ബസ്സുകളിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരു ബസ് പോലും ഉണ്ടാകരുതെന്നും തീർത്ഥാടകരെ നിർത്തിക്കൊണ്ടു പോകരുതെന്നും ഹൈക്കോടതി. ഇത് ലംഘിച്ചാൽ കർശന നടപടി ഉണ്ടാകുമെന്നും ജസ്റ്റിസ് അനിൽ K. നരേന്ദ്രൻ, S. മുരളീകൃഷ്ണ എന്നിവരടങ്ങിയ ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കി. ശബരിമല നട ഇന്ന് തുറന്നപ്പോൾ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഹൈക്കോടതി അറിയിച്ചു. ശബരിമല തീർത്ഥാടകർക്കായി 1000-ഓളം ബസ്സുകളാണ് KSRTC അയക്കുന്നത്. തീർത്ഥാടകർക്കായുള്ള ബസ്സുകളുടെ കാര്യത്തിൽ ഹൈക്കോടതി നേരത്തെ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. തീർത്ഥാടകരെ നിർത്തിക്കൊണ്ടു പോകരുത്, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ബസ്സുകൾ പാടില്ല എന്നീ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും ഗതാഗത കമ്മീഷണർ ഇത് ഉറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. എന്തൊക്കെ ഒരുക്കങ്ങളാണ് പൂർത്തിയായതെന്ന് റിപ്പോർട്ട് സമർപ്പിക്കാനും കോടതി ഉത്തരവിട്ടു. ശബരിമല തീർത്ഥാടന കാലം ഇന്ന് തുടങ്ങാനിരിക്കെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഹൈക്കോടതി അറിയിച്ചു. 70,000 പേർക്ക് വെർച്വൽ ക്യൂ വഴിയും 10,000 പേർക്ക് തത്സമയ ബുക്കിംഗും അടക്കം 80,000 പേർക്ക് പ്രതിദിന ദർശന സൗകര്യമൊരുക്കും. 18ാം പടിയിൽ പരിചയസമ്പന്നരായ പോലീസുകാരെയും നിയോഗിക്കും. കൊടകര കുഴൽപ്പണ കേസിലെ അന്വേഷണത്തിൽ EDയോട് ഹൈക്കോടതി വിശദീകരണം തേടി. ED അന്വേഷണം പൂർത്തിയാക്കാത്തതിനെതിരെ കൊടകര കേസിലെ സാക്ഷിയായ സന്തോഷ് നൽകിയ ഹർജിയാണ് നടപടി. 3 ആഴ്ചയ്ക്കകം വിശദീകരണം നൽകാനാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ഉത്തരവിട്ടത്. കേസിലെ എതിർകക്ഷികളായ ഇൻകം ടാക്സ് വകുപ്പിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കോടതി നോട്ടീസ് അയച്ചു. അതേസമയം കൊടകര കുഴൽപ്പണ കേസ് അന്വേഷിക്കാൻ ഇന്നലെ സംസ്ഥാന സർക്കാർ പുതിയ സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ്. തൃശൂർ DIG തോംസൺ ജോസിന്റെ മേൽനോട്ടത്തിൽ കൊച്ചി DCP സുദർശന്റെ നേതൃത്വത്തിലെ 8-അംഗ സംഘമാണ് അന്വേഷിക്കുക. BJP തൃശൂർ ജില്ലാ കമ്മിറ്റി മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് തുടരന്വേഷണത്തിനുള്ള തീരുമാനം. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് IMAC കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.